നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫേഴ്സ് 2024 പാർട്ട് 9. രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം സുനിൽ ഛേത്രി 2024 ജൂൺ 6 കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കുവൈറ്റിന് എതിരെയായിരുന്നു അവസാന മത്സരം സമനിലയിൽ കലാശിച്ചു. 3 രാജ്യങ്ങളിലെ ക്ലബ്ബുകൾക്കായി കളിച്ച ആദ്യ ഇന്ത്യൻ താരം. ക്ലബ്ബുകൾ: കാൻസാസ് സിറ്റി വിസാർഡ്സ് അമേരിക്ക, സ്പോർട്ടിംഗ് CP പോർച്ചുഗൽ, ഇന്ത്യ. 2023-24 ISL ബംഗളൂരു FC-ക്ക് വേണ്ടിയാണ് കളിച്ചത്. ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരം കളിച്ച താരം 151 കളികൾ. ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോൾ നേടിയ താരം 94 ഗോളുകൾ. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ താരം 2021. ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോൾ നേടിയ താരങ്ങളിൽ 4ാം സ്ഥാനം. 1ാം സ്ഥാനം ക്രിസ്ത്യാനോ റൊണാൾഡോ, 2ാം സ്ഥാനം അലി ഡ്വെയ്, 3ാം സ്ഥാനം ലയണൽ മെസ്സി. വൈറസ് രോഗമായ പക്ഷിപ്പനി H5N2 ബാധിച്ച് ആദ്യ ഹ്യൂമൻ ഡെത്ത് 2024 ജൂണിൽ WHO സ്ഥിരീകരിച്ച രാജ്യം മെക്സിക്കോ. 2024 ഏപ്രിലാണ് മരണപ്പെട്ടത്. 2024 ജൂണിൽ സ്പേസ് എക്സ് വിജയകരമായി പരീക്ഷിച്ച രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ്. 2024 ജൂണിൽ കേരള നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായത് ഡോക്ടർ N കൃഷ്ണകുമാർ. ലോക സമുദ്ര ദിനം ജൂൺ 8. 2024 ആക്ഷൻ തീം കാറ്റലൈസിംഗ് ആക്ഷൻ ഫോർ അവർ ഓഷ്യൻ ആൻഡ് ക്ലൈമറ്റ് വേൾഡ് ഓഷ്യൻ ഡേ പ്രകാരം. 2024 തീം എവേക്കൺ ന്യൂ ഡെറ്റ്സ് UN പ്രകാരം. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ പണനയ യോഗത്തിൽ റിപ്പോ നിരക്ക് എത്ര ശതമാനമായി തുടരാനാണ് 2024 ജൂണിൽ റിസർവ് ബാങ്ക് തീരുമാനിച്ചത്? 6.5%. തുടർച്ചയായി 8ാം തവണയാണ് റിസർവ് ബാങ്ക് പലിശ നിരക്ക് മാറ്റാതെ തുടരുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35%. 1970 ശേഷം UN സെക്യൂരിറ്റി കൗൺസിലിലെ നോൺ പെർമനൻ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ രാജ്യം സൊമാലിയ. വാണിജ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം 2023-24 കാലയളവിൽ US-നും UAE-ക്കും ശേഷം ഇന്ത്യയുടെ 3ാമത്തെ വലിയ കയറ്റുമതി കേന്ദ്രമായി മാറിയ രാജ്യം നെതർലാൻഡ്സ്. 4ാം ലോക കേരള സഭ 2024 വേദി തിരുവനന്തപുരം. 2024 ജൂണിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDA നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് നരേന്ദ്രമോദി. 2024 ജൂണിൽ റംസാർ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിൽ നിന്നുള്ള 2 പക്ഷി സങ്കേതങ്ങൾ നാഗി, നക്തി. ഇന്ത്യയിൽ നിന്നും നിലവിൽ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ആകെ സ്ഥലങ്ങൾ 82. 2024 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രായം കൂടിയ സ്ഥാനാർത്ഥി TR ബാലു. 18ാം ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം 30. 2024 ജൂൺ 9 71 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരുടെ എണ്ണം 5. മറ്റ് സഹമന്ത്രിമാർ 36. കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആദ്യ ലോക്സഭാംഗം സുരേഷ് ഗോപി, തൃശൂർ മണ്ഡലം. കേന്ദ്ര സഹമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ വൈസ് ചെയർമാൻ ജോർജ് കുര്യൻ. 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 7. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് കാർലോസ് അൽക്കാരസ്, സ്പെയിൻ. ജർമ്മനിയുടെ അലക്സാണ്ടർ സൊരേവിനെയാണ് കീഴടക്കിയത്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ ഡബിൾസ് കിരീട ജേതാക്കൾ
കൊക്കോ ഗാഫ്, കാതറീന സിനിയാക്കോ US. ഇറ്റലിയുടെ സാറ ഇറാനി ജാസ്മിൻ പവലോനി സഖ്യത്തെ തോൽപ്പിച്ചു. 17ാമത് UEFA യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് യൂറോ കപ്പ് ഫുട്ബോൾ 2024 ഭാഗ്യചിഹ്നം ആൽബർട്ട്. കേരളത്തിൽ ആദ്യമായി കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ജില്ല ആലപ്പുഴ. 2024 ജൂണിൽ ആണ് സ്ഥിരീകരിച്ചത്. നിലവിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി പെമ ഖണ്ഡു, അരുണാചൽ പ്രദേശ്. ഭാരത് ന്യൂ കാസ്റ്റ് അസസ്മെൻറ്റ് പ്രോഗ്രാം ഭാരത് NCAP റേറ്റിംഗിൽ 5 സ്റ്റാർ ലഭിച്ച ഇന്ത്യൻ ഇലക്ട്രിക് വാഹനങ്ങൾ ടാറ്റ പഞ്ച് .EV, ടാറ്റ നെക്സോൺ .EV. സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് NCAP സംവിധാനം നിലവിൽ വന്നത് 2023 ഒക്ടോബർ 1. സംസ്ഥാന സർക്കാർ IBMI സഹകരിച്ച് 2024 ജൂണിൽ നടത്തുന്ന രാജ്യാന്തര ജനറേറ്റീവ് AI കോൺക്ലേവ് വേദി കൊച്ചി. 2024 ജൂണിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പുനർനിയമനം നൽകിയത് പ്രമോദ് കുമാർ മിശ്ര. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ലോക രക്തദാന ദിനം ജൂൺ 14. 2024 തീം 20 years of celebrating giving, thank you blood donors. 2024 ജൂണിൽ പുറത്തിറക്കിയ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ആഗോള ജെൻഡർ വ്യത്യാസ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 129, ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ്. സ്ത്രീകളുടെ രാഷ്ട്രീയ ശാക്തീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 65. നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം മുട്ടത്തറ. 2024 ജൂണിൽ അന്തരിച്ച ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO മുൻ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 മിഷൻ ഡയറക്ടറുമായിരുന്ന വ്യക്തി ശ്രീനിവാസ് ഹെഗ്ഡെ. യൂറോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 ഔദ്യോഗിക പന്ത് പുസ്ബല്ലിബെ. പുസ്ബല്ലിബെ എന്ന ജർമ്മൻ വാക്കിൻ്റെ അർത്ഥം ഫുട്ബോളിനോടുള്ള ഇഷ്ടം. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 പെൺകുട്ടികളുടെ വിഭാഗം ജേതാവ് ദിവ്യ ദേശ്മുഖ്. 2024 ജൂണിൽ കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ. 18ാം ലോക്സഭയുടെ പ്രോ ടേം സ്പീക്കർ കൊടിക്കുന്നിൽ സുരേഷ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആകുന്ന നേതാവ് 8 തവണ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാര ജേതാവ് ഉണ്ണി അമ്മയമ്പലം. ആൽഗോരിതങ്ങളുടെ നാട് എന്ന സ്പേസ് ഫിക്ഷൻ നോവലിനാണ് പുരസ്കാരം. മലയാളം വിഭാഗം യുവ പുരസ്കാര ജേതാവ് R ശ്യാംകൃഷ്ണൻ. മീശക്കള്ളൻ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായി പ്രഖ്യാപിച്ചത് 2025. ഗംഗ, യമുന അവയുടെ പോഷകനദികളുടെയും ഗുണനിലവാരം തത്സമയം നിരീക്ഷിക്കാൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം അടുത്തിടെ ആരംഭിച്ച സംവിധാനം എൻവയോൺമെൻ്റൽ ഫ്ലോസ് ഫ്ലോസ് മോണിറ്ററിംഗ് സിസ്റ്റം. 15ാം കേരള നിയമസഭയിലെ പുതിയ മന്ത്രിയായി 2024 ജൂണിൽ ചുമതലയേൽക്കുന്നത് OR കേളു, മാനന്തവാടി MLA. വകുപ്പുകൾ പട്ടികജാതി പട്ടികവർഗ വകുപ്പ്. മുൻ മന്ത്രി K രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഈ അധികാര കൈമാറ്റം. ദേവസ്വം വകുപ്പിൻ്റെ ചുമതല ലഭിക്കുന്നത് VN വാസവൻ. പാർലമെൻ്ററി കാര്യവകുപ്പ് ചുമതല വഹിക്കുന്നത് MP രാജേഷ്. രാജ്യാന്തര യോഗാ ദിനം ജൂൺ 21. 2024 തീം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. 2024 ജൂണിൽ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് S മണികുമാർ. 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് 2024 വേദി USA. ഭാഗ്യചിഹ്നം ക്യാപിറ്റാൻ ഈഗിൾ. ഔദ്യോഗിക പന്ത് കുംബാർ.
ഡിസൈൻഡ് ബൈ പൂമ. 2024 ജൂണിലെ QAG റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഡൊമസ്റ്റിക് എയർലൈൻ മാർക്കറ്റ് ഇന്ത്യ, ഒന്നാം സ്ഥാനം അമേരിക്ക. 18ാം ലോക്സഭയിലെ പ്രോ ടൈം സ്പീക്കറായി നിയമിതനാകുന്നത് ഫദ്രുഹരി മഹ്താബ്. കൊടിക്കുന്നിൽ സുരേഷിന് പദവി ലഭിക്കുമെന്ന് സൂചനയുണ്ടായിരുന്നുവെങ്കിലും ഫദ്രുഹരി മഹ്താബിനെ ചുമതലയേൽപ്പിക്കാൻ കേന്ദ്രം രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തു. വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ജൂൺ 22. 2024 ജൂണിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ വിഷമദ്യ ദുരന്തം നടന്ന സ്ഥലം കള്ളക്കുറിച്ചി, തമിഴ്നാട്. 2024 ജൂണിൽ കേരള ലോകായുക്തയായി നിയമിതനാകുന്നത് N. അനിൽകുമാർ. സ്ഥാനമൊഴിഞ്ഞ ജസ്റ്റിസ് സിറിയക് ജോസഫിന് പകരമാണ് നിയമനം. കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ലയണൽ മെസ്സി, അർജന്റീന. 2024 ജൂണിൽ നിയമസഭയിലെ ചട്ടങ്ങളിൽ നിന്ന് അടിയന്തര പ്രമേയം, സത്യപ്രതിജ്ഞ തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് പകരം ഉപയോഗിക്കാൻ നിർദ്ദേശിച്ച പ്രയോഗങ്ങൾ. അടിയന്തര പ്രമേയം നടപടികൾ നിർത്തിവയ്ക്കാനുള്ള ഉപക്ഷേപം, സത്യപ്രതിജ്ഞ ശപഥം. മറ്റു മാറ്റങ്ങൾ: അവിശ്വാസ പ്രമേയം അവിശ്വാസം രേഖപ്പെടുത്താനുള്ള ഉപക്ഷേപം, പ്രമേയം ഉപക്ഷേപം. 2024 ജൂണിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ടെന്നീസ് താരം സുമിത് നാഗൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA മുഖേന നടത്തുന്ന പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാനുള്ള പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാൻ 2024 ജൂണിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനായ മുൻ ISRO ചെയർമാൻ ഡോക്ടർ K. രാധാകൃഷ്ണൻ. 2024 ജൂണിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി നിയമിതരാകുന്നത് സോണിച്ചൻ P. ജോസഫ്, M. ശ്രീകുമാർ, TK. രാമകൃഷ്ണൻ. രാജ്യാന്തര ഒളിമ്പിക്സ് ദിനം ജൂൺ 23. 2024 തീം ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ സാഹിത്യ നഗര പദവി ലഭിച്ച രാജ്യത്തെ ആദ്യ നഗരം കോഴിക്കോട്. 2024 ജൂൺ 23 ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2024 ജൂണിൽ രാജ്യത്തെ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. 2024 ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനരികെ പൊട്ടിത്തെറിച്ച റഷ്യൻ ഉപഗ്രഹം റസ്യൂസ് P1 2022 ഡീകമ്മീഷൻ ചെയ്തു. കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി പ്രൈസ് 2024 ജേതാവായ ഇന്ത്യക്കാരി സഞ്ജന താക്കൂർ. ഐശ്വര്യ റായ് എന്ന ചെറുകഥയാണ് പുരസ്കാരത്തിന് അർഹമായത്. പുരസ്കാര തുക 5000 പൗണ്ട്. പെൻ പിൻഡർ പ്രൈസ് 2024 ജേതാവ് അരുന്ധതി റോയ്. 2024 ജൂണിൽ ഭൂമിയിൽ നിന്നും 56 ലക്ഷം കിലോമീറ്റർ അകലെയായി കടന്നുപോയ ചിഹ്നഗ്രഹം 2024 KN-1. 2024 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്ത് തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക ചർച്ചകൾ നടത്തിയ ഇസ്രായേൽ കമ്പനി എക്കോ വേവ് പവർ ഗ്ലോബൽ. 2024 ജൂണിൽ ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡ് ടാറ്റ ഗ്രൂപ്പ്. SBI ചെയർമാൻ സ്ഥാനത്തേക്ക് 2024 ജൂണിൽ ശുപാർശ ചെയ്യപ്പെട്ടത് CS ഷെട്ടി. 2024 ജൂണിൽ ഇന്ത്യൻ കരസേനാ മേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. 2024 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ. ഭാരതീയ നിയമസംഹിത BNS IPCക്ക് പകരം വന്നത്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS CRPCക്ക് പകരം വന്നത്. ഭാരതീയ സാക്ഷ്യ അധിനിയം BSA ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം വന്നത്. 2024 ജൂണിൽ വിരമിച്ച ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ മലയാളി K. കൈലാഷ് നാഥൻ. 2024 ജൂണിൽ
CBDT അല്ലെങ്കിൽ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാൻ ആയി നിയമിതനായത് രവി അഗർവാൾ. അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉയർന്ന ടീം ടോട്ടൽ നേടിയത് ഇന്ത്യ. 2024 ജൂണിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു ഈ നേട്ടം. നാഷണൽ ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യ നർത്തകി ഹംസ മൊയ്ലി. 2024 വനിതാ T20 ഏഷ്യ കപ്പിൽ UAE ടീമിൽ ഇടം പിടിച്ച മലയാളികൾ റിനിത, ഋതിക, ഋഷിത. 2024 ICC T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. 2024 ജൂണിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ഫുട്ബോൾ താരം ഭൂപീന്ദർ സിംഗ് റാവത്ത്. 2024 ജൂലൈയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സ്പോൺസർഷിപ്പ് കരാറിൽ ഒപ്പുവെച്ചത് ഫ്രീമാൻസ് മെഷറിംഗ് ടൂൾസ്, ഹാൻഡ് ടൂൾസ് ആൻഡ് പവർ ടൂൾസ്. 2024 ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് കിരീട ജേതാവ് ജോർജ് റസൽ. FPAI ഫുട്ബോൾ പ്ലെയേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ 2024 അവാർഡ് ജേതാക്കൾ: മികച്ച പുരുഷ താരം ലാലിയാൻ സുവാല ചാങ്തെ, മികച്ച വനിതാ താരം ദലീമ ജിബർ. 2024 ജൂണിൽ അന്തരിച്ച ശ്രീലങ്കൻ തമിഴ് രാഷ്ട്രീയ നേതാവ് R. സമ്പന്തൻ. 2024 ജൂലൈയിൽ അന്തരിച്ച അർമേനിയൻ സാഹിത്യകാരൻ ഇസ്മയിൽ കദാരെ. IPCക്ക് പകരമായി വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറം കൊണ്ടോട്ടി. 2024 ജൂലൈയിൽ കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ ആയി ചുമതലയേറ്റത് TV ബാലൻ. 2024 ജൂലൈയിൽ വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേള മയിൽപീലി. ഉദ്ഘാടന ചിത്രം മാലി. പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന പന്നി മൂക്കൻ തവളകളുടെ കഥ പറയുന്ന 11 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററി ആണിത്. 2024 ജൂലൈയിൽ ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാക്കളായി നിയമിക്കപ്പെട്ടത് TV രവിചന്ദ്രൻ, പവൻ കപൂർ. 2024 ഡ്യൂറൻ കപ്പ് 133 വേദികൾ: കൊൽക്കത്ത, ജംഷഡ്പൂർ, ഷില്ലോങ്, കോക്രജാർ. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ടൂർണമെൻ്റാണിത്. 2024 ജൂണിൽ ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പിനിടെ മരണപ്പെട്ട 17-കാരനായ ബാഡ്മിൻ്റൺ താരം സ്വാൻ സിജി, ചൈന. 2024 ജൂലൈയിൽ നെതർലാൻഡിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ വ്യക്തി ഡിക് സ്കൂഫ്. ഹത്രാസ് ജില്ല ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. 2024 ജൂലൈയിൽ ഇവിടെ വച്ച് നടന്ന പ്രാർത്ഥനാ സമ്മേളന വേദിയിലെ അപകടത്തെ തുടർന്ന് അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. 2024 ജൂലൈയിൽ കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നാഷണൽ അവാർഡ്സ് ഫോർ എക്സലൻസ് ഇൻ ജേർണലിസം 2024 ജൂലൈയിൽ നേടിയ മലയാളി AK ശ്രീജിത്ത്. റൂറൽ ജേർണലിസം വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ 2024 വേദി എറണാകുളം. സംസ്ഥാന സ്കൂൾ കലോത്സവം 2024 വേദി തിരുവനന്തപുരം. 2024 ജൂലൈയിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് മോഹൻലാൽ. 2024 ജൂലൈയിൽ രാജിവെച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചംപൈ സോറൻ. മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയാകും. 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ മലയാളിയായ ട്രിപ്പിൾ ജംപ് താരം അബ്ദുള്ള അബൂബക്കർ. 2024 ജൂലൈയിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ആപ്പ് കൂ. എക്സ് ആപ്പ് ട്വിറ്ററിന് സമാനമായി 2020 പുറത്തിറക്കിയ ആപ്പാണ് കൂ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ, ചൈന.
2024 ജൂലൈ 11 എത്തിയത്. ലോകത്തെ രണ്ടാമത്തെ ഷിപ്പിംഗ് കമ്പനിയായ മെഴ്സക്കിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് സാൻ ഫെർണാണ്ടോ. ട്രയൽ റൺ 2024 ജൂലൈ 12. മുഖ്യാതിഥി സർബാനന്ദ സോനോവാൾ, കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി. രാജ്യത്തെ ആദ്യ ട്രസ്റ്റ് ഷിപ്പ് തുറമുഖമാണ് വിഴിഞ്ഞം. കരാർ ഒപ്പുവെച്ചത് 2015 ഓഗസ്റ്റ് 17, തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5. ക്രെയിനുകളുമായി ആദ്യ കപ്പൽ എത്തിയത് 2023 ഒക്ടോബർ 15, ഷെൻഹുവ 15 ചൈനയിൽ നിന്ന്. 2024 ജൂലൈയിൽ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോഹൻലാൽ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി 2024 ജൂലൈയിൽ 3-അംഗ സമിതി ശുപാർശ ചെയ്ത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. അടുത്ത കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി 2024 ജൂലൈയിൽ ശുപാർശ ചെയ്ത് ജസ്റ്റിസ് നിതിൻ ജംധാർ. 2024 ജൂലൈയിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തത്സമയ വാർത്താ സമ്മേളനം നടത്തിയത് സുനിത വില്യംസ്. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നിർണ്ണയിക്കുന്ന ജൂറി ചെയർമാൻ സുധീർ മിശ്ര. 2024 ജൂലൈയിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയി നിയമിതനായത് ഡോക്ടർ BN ഗംഗാധർ. IBMൻ്റെ സഹായത്തോടെ 2024 ജൂലൈ 11-12 തീയതികൾ നടക്കുന്ന ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ജൻ AI കോൺക്ലേവ് വേദി കൊച്ചി. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. 2024 തീം ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരിവൺ. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനം ഇന്ത്യ. 2024 ജൂലൈയിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴ കോഴിക്കോട്. 2-ാം സ്ഥാനം കരമനയാർ തിരുവനന്തപുരം. നാഷണൽ വാട്ടർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം NWMPയുടെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് 2024 ജൂലൈയിൽ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെൻറ്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റൽ ലഭിച്ചത് നരേന്ദ്രമോദി. സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിൽ കൃഷി ഇറക്കാൻ കൃഷിവകുപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന പദ്ധതി നവോത്ഥാൻ. പൂർണ്ണരൂപം ന്യൂ അഗ്രികൾച്ചറൽ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചറൽ ആൻഡ് ആഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ്. 2024 ജൂലൈയിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത് ഗൗതം ഗംഭീർ. രാഹുൽ ദ്രാവിഡ് സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നായിരുന്നു നിയമനം. 2024 ജൂലൈയിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് സൊരാബാർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.